ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലായി കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ചക്രവാതച്ചുഴി അടുത്ത ദിവസങ്ങളിലായി ന്യൂനമർദ്ദം ആയേക്കാമെന്ന് മെറ്റ്ബീറ്റ് വെതർ. എന്നാൽ ഇത് പതിവിനു വിപരീതമായി സ്റ്റേഷനറി പൊസിഷനിൽ ആണെന്നും വളരെ സാവധാനം ശക്തിപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ സ്വഭാവമെന്നും മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂമധ്യരേഖയ്ക്ക് പുറത്തായി മറ്റൊരു ശക്തമായ ന്യൂനമർദ്ദം നിലനിൽക്കുന്നതിനാലാണ് ഈ ന്യൂനമർദ്ദം ശക്തിപ്പെടാൻ വൈകുന്നത്. സിസ്റ്റം വെള്ളിയാഴ്ചയോടെ അല്പം ശക്തമായി ശ്രീലങ്കയിലും ഇന്തോനേഷ്യയിലും ശക്തമായ മഴ നൽകും. ഈ സമയം കേരളത്തിലേക്ക് അറബിക്കടലിൽ നിന്നുള്ള കാറ്റിന്റെ പ്രവാഹം ശക്തമായേക്കും. ഈ കാരണത്താൽ നേരത്തെ പ്രവചിക്കപ്പെടാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ പോലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും. ഇതോടൊപ്പം ചൂടിന് കുറവുണ്ടാവുകയും ചെയ്യും. മാർച്ച് 2ാം വാരത്തോടെ കൂടുതൽ മഴ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലയിലാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മഴസാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഇടുക്കി, പാലക്കാട്, വയനാട്, കണ്ണൂർ, കാസർകോട് ഒഴികെയുള്ള ജില്ലകളിൽ നേരിയ മഴയ്ക്കാണ് സാധ്യത. വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.